ഹായ് ഹലോ അസ്സാം വലൈക്കും. ഈദ് മുബാറക്. അപ്പോൾ പെരുന്നാൾ ദിവസത്തെ ഒരു ചെറിയൊരു വ്ളോഗാണിത്. പെരുന്നാൾക്ക് ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിലും രാവിലെ പുട്ട് കഴിക്കാനും അങ്ങനെ ഇവിടെയോ തെറ്റിച്ചിട്ടില്ല. ഇവിടെ രാവിലെ പുട്ടന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വലിയ പണിയൊന്നുമില്ല, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ബീഫ് പിന്നെ തലേ ദിവസം തന്നെ മസാല ഒക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അതും കൂടെ വേവിക്കാൻ വെച്ച് ഇവൻ പിന്നെ ഞാൻ നീച്ച് വരുമ്പോൾ തന്നെ പിന്നാലെ നീച്ച് വരും. എന്നിട്ട് എല്ലാ പണിയൊക്കും ഓൻ കൂടി തരും. അപ്പോൾ എമിയാന്നുണ്ടെങ്കിൽ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിക്കൊക്കെ പോകണമെന്നൊക്കെ. അപ്പോൾ രാവിലെ വിളിച്ചപ്പോൾ ഉറക്കത്തിൻ്റെ മത്തിൽ ആളില്ല എന്നും പറഞ്ഞു. പിന്നെ എണീറ്റ് ഇരുന്നിട്ട് നോല് വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പായസം ഒരു പരീക്ഷണ പായസമാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ള മക്രോണി പായസമാണ്. അപ്പം മക്രോണി ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം പാൽക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശിവനക്ക് ചായ കൊടുത്ത് അപ്പോഴേക്കും പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചെടുത്ത് ബിരിയാണിക്കുള്ള റൈസ് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കാമെന്ന് കരുതിയത്. അങ്ങനെ അരിയൊന്ന് ജസ്റ്റ് വറുത്തതിന് ശേഷം അതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് അത് വേവിക്കാൻ വെച്ചപ്പോഴേക്കും പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ള മസാല ഒന്ന് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടു. എൻ്റെ മോൾക്ക് ചോറും കൂടെ ഇട്ടൊന്നില്ല ചെയ്തെടുത്ത് അങ്ങനെ ചോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും മൺപരിപ്പും മുതിരൊക്കെ ഇട്ടിട്ട് ഒന്ന് ദമ്മാക്കി വെച്ച് അങ്ങനെ ഇവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഓനക്ക് പുതിയ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അതിന് ശേഷം പോയിട്ട് എൻ്റെ ഷൂസ് എടുത്ത് വരികയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പള്ളി പോകണമെന്ന് പറഞ്ഞ ആളൊരു 9 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് വന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ നിസ്കരിക്കാൻ നിന്ന്. അപ്പം എൻ്റെ നിസ്കാരം കഴിയാൻ കാത്തിക്ക് ഓൻ്റെ ബൂട്ട്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദമ്മൊക്കെ പൊടിച്ച് ചോറ് മസാലയൊക്കെ മിക്സാക്കി എടുത്ത് അതിന് ശേഷം എമിക്ക് ചോറെടുത്ത് ഓൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചോർക്ക് നമുക്ക് തലേ ദിവസം തന്നെ പുളിയഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഉള്ളിയും സുർക്കി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പുറത്തിറങ്ങാൻ നിർത്തി. അപ്പോൾ നമുക്കിവിടെ റിലേറ്റീവ്സ് ഒന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകാൻ നിർത്തിയിട്ട് അങ്ങനെ ഇറങ്ങി. പോണ വഴിക്ക് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഓരോരുത്തർ കരച്ചിലൊക്കെ തുറത്തിയപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ വീട്ടിലെത്തിയിട്ട് ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ വീട്ടിൽ തന്നെ ആയപ്പോഴേക്കും രണ്ടാളും കടന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ടും വരാം. അസ്സലാമു അലൈക്കും.